നെല്ലിക്കാട് 2 വിദ്യാർത്ഥികൾക്ക് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. ലഹരിമരുന്ന് വിൽക്കാൻ എത്തിയവരാണെന്ന് ആരോപിച്ചാണ് ഇത് മർദ്ദനം. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കണ്ടിനി കണ്ടോടനെ പറയുന്നത് നിന്നോട് വാക്കില്ല. ആര് പറഞ്ഞു വന്നിട്ട് പോയോ ഇങ്ങോട്ട് തൊടണ്ട ആവശ്യമില്ല, അവര് വരുമല്ലോ. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുകയാണ്. അരുൺ, ഇത് ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്? എന്താണ് അവിടെ സംഭവിച്ചത്? മാത്രമല്ല, ഈ ലഹരി സംഘത്തെ പിടികൂടാൻ നിൽക്കുന്നത് മദ്യപ സംഘമാണെന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായിരുന്നു ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കാസർഗോഡ് നെല്ലിക്കാട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി, രാത്രി 11 മണിയോടുകൂടി ഫുട്ബോൾ കളി കഴിഞ്ഞു വരികയായിരുന്നു വിദ്യാർത്ഥികൾ വരുന്ന വഴിക്ക് ഇവരെ ഒരു പട്ടി കടിക്കുന്നതിന് വേണ്ടി ഓടിച്ചു. ആ സമയത്ത് കുട്ടികൾ ഓടിച്ചെന്ന് വിട്ടത് ഈ മദ്യപിക്കുന്ന ആളുകളുടെ ഇടയിലായിരുന്നു. അങ്ങനെയാണ് ഈ മദ്യപിച്ചിരുന്ന ആളുകൾ ഇവരെ കുട്ടികളെ നടുക്ക് നിർത്തി വട്ടം കൂടിക്കൊണ്ട് ചോദ്യം ചെയ്തത്. കുട്ടികൾ MDMA കച്ചവടത്തിന് വേണ്ടി ഈ പ്രദേശത്ത് വന്നതാണ്, കാഞ്ഞങ്ങാട് നെല്ലിക്കാട് ഭാഗത്ത് എത്തിയതാണെന്ന് ആരോപിച്ചായിരുന്നു ഈ ഒരു ഭീഷണിയും മർദ്ദനവുമൊക്കെ ഉണ്ടായത്. അങ്ങനെ കുട്ടികൾ പേടിച്ചു. അതിലൊരാൾ ഓടി അടുത്ത വീട്ടിലേക്ക് കയറി അവിടുത്തെ ഒരു യുവതിയോട് കാര്യം പറഞ്ഞു. അങ്ങനെ ആ യുവതിയാണ് പുറത്തേക്ക് ഇറങ്ങി വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ പിടിച്ചത്. എന്തായാലും ഇപ്പോൾ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് പോലീസിനെ പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് നെല്ലിക്കാടാണ് ഈ സംഭവം ഉണ്ടാകുന്നതിൽ ഏറ്റവും വൈരുദ്ധ്യമായ കാര്യം മദ്യപ സംഘമാണ് ഈ ഒരു ലഹരി കച്ചവടത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി അരുൺ, എന്തായാലും അത് തന്നെയാണ് അരുൺ പറഞ്ഞ പോലെ വലിയൊരു വൈരുദ്ധ്യമുള്ളത് മദ്യപ സംഘമാണ് കുട്ടികളെ ഈ ലഹരി വിൽക്കാൻ വന്നവരാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആക്രമിക്കുന്നത്. സമീപത്തുള്ള വീട്ടിലേക്ക് ആ കുട്ടി ഓടിക്കയറിയത് കൊണ്ടാണ് അവർക്ക് വലിയ പരിക്കില്ലാതെ അവിടെ നിന്ന് പോരാൻ സാധിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ യുവതി തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതും. അതുകൊണ്ട് അതിനൊരു തെളിവുണ്ട്. മാത്രമല്ല, ഈ കുട്ടികൾ പട്ടിയെ കണ്ട് നായയെ കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്.